നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയെന്ന കേസ് അന്വേഷിക്കുന്നതിനിടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നത് സത്യം പുറത്തുവരാൻ സഹായിക്കുമോ? നിരവധി കടമ്പകളാണ് മുന്നിലുള്ളത്. ഓരോ ദിവസവും അപ്രതീക്ഷിത നീക്കങ്ങൾ. അവസാനം മാർക്ക് ചെയ്തിരുന്ന പോയിന്റ് 13 പരിശോധന പെട്ടെന്ന് നിർത്തി. കാടിനുള്ളിലേക്ക് ഇന്ന് തെരച്ചിൽ നീണ്ടു. അസ്ഥികൂടങ്ങളും അസ്ഥി കഷ്ണങ്ങളും കിട്ടുന്നതിനിടെ ധർമ്മസ്ഥലയിൽ അക്രമവുമായി ഡി ഗ്യാങ്ങും എത്തി. വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളെ ആക്രമിച്ചു. എന്താണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്? കുഴിച്ചിട്ട സത്യം പുറത്തു വരാൻ ഭയക്കുന്നത് ആരൊക്കെ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ധർമ്മസ്ഥലയിലെ ഡി ഗ്യാങ് ആണ് മാരകായുധങ്ങളുമായി മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. 3 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ KV ബൈജു ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന്. ഒപ്പം ശ്രീ മനാഫ്, ശ്രീ വിനോദ് മേക്കോത്ത്, ശ്രീമതി P ഗീത എന്നിവരും പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ആദ്യം ബൈജു, എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് വൈകിട്ട് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത്? ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി പോയതിന് പിന്നാലെയായിരുന്നോ ഈ ആക്രമണം? ആർക്കെങ്കിലും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷേ, ഇപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഇപ്പോൾ SITയുടെ അന്വേഷണം അത് വലിയ തോതിൽ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മൾ തന്നെ ഇന്ന് പുറത്തുവിട്ടത് ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ പല ഭാഗത്തു നിന്നും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്നാണ് ഇത്തരത്തിൽ വൈകിട്ടോടുകൂടി, അതായത് ഇന്ന് 5 മണിയോടുകൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് നേരത്തെ മാർക്ക് ചെയ്യാത്ത 11 തൊട്ടുള്ളിൽ വനത്തിനകത്തായിരുന്നു ഇന്ന് തെരച്ചിൽ നടന്നത്. 5 മണിയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയിരുന്നു. അതിനുശേഷമാണ് വലിയ തോതിൽ 50 പേരടങ്ങുന്ന ഒരു സംഘം വലിയ മാരകായുധങ്ങളുമായി എത്തി ഇത്തരത്തിൽ വ്യാപകമായ അക്രമം അയച്ചുവിട്ടിരുന്നത്. കുറേ മാധ്യമപ്രവർത്തകർ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചതുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോയിരുന്നു. ബാക്കി അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആക്രമിച്ചത്. ഇവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ധർമ്മസ്ഥല പോലീസിൽ കുറച്ച് മാധ്യമപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവർ പരാതി നൽകാൻ എത്തിയതാണ്. ഇതിനിടയിൽ തന്നെ ഇപ്പോൾ 2 വിഭാഗങ്ങളായി ഇപ്പോൾ സ്നാനഘട്ടയ്ക്ക് സമീപം ആളുകൾ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കണം. ഒന്ന്, ഈ ഇത്തരത്തിൽ ആക്രമിക്കാൻ വരുന്ന സംഘം. മറ്റൊന്ന്, ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ ഇതിൽ ഇത്ര റിപ്പോർട്ടിങ്ങിനെത്തി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായി ആളുകൾ സംഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴും പോലീസ് മൗനം പാലിക്കുകയാണ്. ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീതി നിഷേധം തുടരുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും ഈ മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയിൽ നിന്ന് കേസെടുക്കുമോ അതാണ് അറിയേണ്ടത്. ഉപകരണങ്ങൾ, അതായത് ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അടിച്ച് തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ അഭിഷേക് എന്ന് പറയുന്ന വലിയ തോതിൽ തുടക്കം മുതലേ ഉള്ള ഒരാളാണ് ഈ അഭിഷേക്. അദ്ദേഹത്തെയും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന 3 പേരെയും ആണ് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഡി ഗ്യാങ് തുടക്കത്തിലൊക്കെ സജീവമായിരുന്ന ഡി ഗ്യാങ് ഇപ്പോൾ വീണ്ടും തലപൊക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നമ്മളിവിടെ നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഡി ഗ്യാങ് ഏത് സമയത്തും അക്രമം അഴിച്ചുവിടും എന്ന രീതിയിൽ ഒരു മുൻകരുതൽ എടുത്തിരുന്നതുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ സൈലന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഡി ഗ്യാങ് വീണ്ടും തലപൊക്കുവാനുണ്ടായ കാരണം എന്തായിരിക്കും ബൈജു? ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധനയിൽ തെളിഞ്ഞു വരുന്നു. അതിൽ അസ്വസ്ഥത പൂണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതായത് ഈ സത്യം വെളിയിൽ വരരുത്, ഇതായിരിക്കുമല്ലോ അവരുടെ ഉദ്ദേശവും. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇന്ന് അത്രത്തോളം വലിയ വാർത്തകളാണ് പുറത്തു വന്നത്. അതായത് 3ാമത്തെ പോയിന്റ് തുടക്കത്തിൽ പരിശോധിച്ചപ്പോൾ അവിടെ ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ നമ്മളിന്ന് ബ്രേക്ക് ചെയ്ത വാർത്ത 3ാം പോയിന്റിൽ നിന്നും 3ഓളം തലയോട്ടികൾ ലഭിച്ചു എന്നാണ്. അതോടൊപ്പം 6ൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. ഒപ്പം മാർക്ക് ചെയ്യാത്ത 11 സമീപമുള്ള സ്ഥലത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. ഇന്നും അതേ സ്ഥലത്താണ് തിരച്ചിൽ നടത്തിയത്. മാത്രമല്ല മഞ്ജുശ്രീ, ഇന്ന് DGP ധർമ്മസ്ഥലയിലുള്ളൊരു ദിവസമാണ് ഇത്തരത്തിലൊരു ഡി ഗ്യാങ് അഴിഞ്ഞാടുന്നതെന്നാണ് അതിൽ
ഏറ്റവും ഖേദകരം. DGP ക്രമസമാധാന പാലത്തിൻ്റെ ചുമതലയുള്ള DGP ധർമ്മസ്ഥലയിൽ ഇപ്പോഴുമുണ്ട്. ഈ സമയങ്ങളിലും മാരകായുധങ്ങളുമായി ഇത്തരത്തിൽ ഓട്ടോറിക്ഷകളിലും മറ്റുമായി ഒരു സംഘം ഇങ്ങനെ അടിഞ്ഞാടുന്നൊരു സാഹചര്യമാണ് ധർമ്മസ്ഥലയിലുള്ളത്. ഒരു പക്ഷേ തുടക്കത്തിൽ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയതും വാർത്ത തടസ്സപ്പെടുത്താൻ ശ്രമിച്ചൊക്കെ ഈ സംഘമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഘം ഉൾവലിഞ്ഞ അവസ്ഥയായിരുന്നു. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്നാനഘട്ടിയിൽ ഉൾപ്പെടെ ഏത് രാത്രിയായാലും പോയാൽ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കാനോ അതല്ലെങ്കിൽ ആൾക്കാർക്ക് വരെ അതിൽ പോകാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്ന് പ്രകോപിതരാവാൻ കാരണം ഈ പരിശോധന വലിയ തോതിൽ ഒരുപാട് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ സത്യം തെളിയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇതിൽ ഒരു കാര്യം പോലും SIT പുറത്തുവിടുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. ഇത് രഹസ്യ സ്വഭാവത്തിൽ കൊണ്ടുപോകാനുണ്ടായ കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും വാർത്ത പുറത്തു വരികയാണെങ്കിൽ വലിയ തോതിൽ വരികയാണെങ്കിൽ ഈ സംഘം ക്രമസമാധാന തകർച്ച ഇവിടെ ഉണ്ടാക്കും. പിന്നീട് ഈ അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോരും. ഇത് മുന്നിൽ കണ്ടാണ് SIT ഇതിൽ വിവരങ്ങളൊന്നും സ്ഥിരീകരിക്കാതെ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പല വിവരങ്ങളും നമ്മൾ നൽകിയ പല റിപ്പോർട്ടുകളും SIT ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അത് നമ്മൾ ക്യാമറ കണ്ണുകളിൽ പോലും നേരിട്ട് പതിഞ്ഞ 13 പോയിന്റുകളാണ് ആദ്യം മാർക്ക് ചെയ്തിരുന്നത്. 13ാമത്തെ പോയിന്റിന്റെ പരിശോധന തീർന്നു കഴിയുമ്പോൾ അടുത്തത് എന്താണ് എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഒരു വെല്ലുവിളിയാണല്ലോ. ഇത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമികൾ, എസ്റ്റേറ്റ് ഭൂമികൾ വരെ അക്കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ 13ാമത്തെ പോയിന്റോടുകൂടി തെരച്ചിൽ നിർത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു സൂചന അവിടെ നിന്ന് വരുന്നുണ്ടോ? ഇത്രയും മതി അന്വേഷണം എന്ന രീതിയിൽ? ഇല്ല മഞ്ജുഷ, ഇത് നിർത്താൻ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 14ഉം 15ഉം ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റാണ്. ആ ഒരു മേഖലകളിലേക്കാണ് ഇനി 13ാം പോയിന്റ്, അതായത് നാളെ 13ാം പോയിന്റ് പൂർത്തിയാകും. 14, 15 അത് കോടതി ഉത്തരവോടുകൂടിയാണ് ആ പ്രദേശത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. അതിൽ കോടതി ഉത്തരവും ലഭിച്ചിട്ടുണ്ട്, അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 14ഉം 15ഉം വളരെ നിർണായകമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ക്രമസമാധാന തകർച്ച ഉണ്ടാക്കി അന്വേഷണം വഴിമുട്ടിക്കാനോ അതല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനോ ഒരു സംഘം ശ്രമിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിലെ ദുരൂഹത അത് ചുരുളഴിയാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആരോപണ വിധേയരായ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്കൊക്കെ SIT നാളെ മുതൽ കയറാൻ പോകുന്നു. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പച്ചക്കൊടി വീശി എന്ന് വേണം പറയാൻ. എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിൽ വലിയ തോതിലൊരു ക്രമസമാധാന തകർച്ച ഉണ്ടാക്കാനാണോ ശ്രമം എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അവരും സംഘടിച്ച് ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം വഴിമുട്ടിക്കുന്ന രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. ഏതായാലും രണ്ട് വിഭാഗവും തമ്പടിച്ച് നിൽക്കുന്നു. ഈ രണ്ട് ഭാഗങ്ങളിലായി ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ സ്നാനഘട്ടയ്ക്ക് സമീപമുണ്ട്. നമ്മളൊരു 5:30 കൂടിയാണ് അവിടുന്ന് ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. അവിടെ കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. അവരെയാണ് ആക്രമിച്ചത്. അവരുടെ ഉപകരണങ്ങൾ ആക്രമിച്ചു, അവരുടെ വാഹനങ്ങൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങൾ ആക്രമിച്ചു. ക്യാമറയും മറ്റ് ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുമൊക്കെ അത് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ധർമ്മസ്ഥലയിൽ സ്നാനഘട്ടയ്ക്ക് സമീപമായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം. ഡി ഗ്യാങ് ആണ് ആക്രമണം നടത്തിയത്. SITയുടെ പരിശോധന നടക്കുന്ന സമയമാണ് ഇത്. അതിന്റെ ദൃശ്യങ്ങളും കാണുന്നു. അവിടെ വാക്കുതർക്കമാണ്. ധർമ്മസ്ഥലയിൽ വാക്കുതർക്കമാണ്, വാക്കേറ്റം നടക്കുകയാണ്. ഡി ഗ്യാങ് സംഘടിച്ചെത്തി അവരാണ് മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് സംഘവും അവിടെ ഉണ്ട്. അവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധം തീർക്കുന്നുമുണ്ട്. ഇതാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുന്നതിനിടെയാണ് ഇങ്ങനത്തെ അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ സത്യങ്ങൾ പുറത്തു വരുവാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഇങ്ങനെ ഡി ഗ്യാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരാണ് ഇങ്ങനെയുള്ള അക്രമത്തിന് പിന്നിൽ. അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ അവരെത്തിയത്. അതേസമയത്ത് തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തകരും സംഘടിച്ചെത്തിയത്. ഇതാണ് അവിടുത്തെ നിന്നുള്ള ദൃശ്യങ്ങൾ, വാക്കേറ്റം നടക്കുന്ന ദൃശ്യങ്ങൾ.
ಆಗಿರುವಂತಹ ದೃಶ್ಯಗಳನ್ನು ಕೂಡ ನೀವು ಗಮನಿಸ್ತಾ ಇದ್ದೀರಿ. ಇದು മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളും ആക്രമിച്ചു. ഇത്തരത്തിലുള്ള പുതിയ പുതിയ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ പരക്കെ അക്രമം നടക്കുകയാണ്. അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അക്രമമാണ് നടക്കുന്നത്. ആക്ഷൻ കൗൺസിൽ അത് പ്രതിരോധിക്കുന്നുമുണ്ട്. അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ചു, മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തല്ലി തകർത്തു, മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് കേടുവരുത്തി. ഇതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരമാണ് KV ബൈജു നൽകുന്നത്. ബൈജു, അവിടെ അക്രമം നിർത്തുന്നില്ല എന്നാണല്ലോ. മാധ്യമങ്ങളുടെ വാഹനങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ അതും വ്യക്തമാണ്. പോലീസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് തടസ്സപ്പെടുത്തുക ഈ ലക്ഷ്യത്തോടു കൂടിയായിരുന്നുവല്ലോ. മാരകായുധങ്ങളുമായി ഡി ഗ്യാങ് സംഘടിച്ചെത്തിയതായിരുന്നുവല്ലോ വൈകിട്ട്. പക്ഷേ ഈ ആക്ഷൻ കൗൺസിൽ പ്രതിരോധിച്ചതോടുകൂടി, അവരുടെ ആളുകൾ ഒന്നിച്ചെത്തിയതോടുകൂടി ഡി ഗ്യാങ് പിന്തിരിയുകയായിരുന്നു പിന്നീട് ഉണ്ടായത്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? മഞ്ജുഷ, ഈ ഡി ഗ്യാങ് ഇവിടെ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ, ഇവർ 100ഓളം ആളുകൾ ഇവിടെ എത്തിയപ്പോൾ ആ ആക്ഷൻ കമ്മിറ്റി ഇത് പ്രതിരോധിക്കാനാണ് അവിടെ എത്തിയത്. കാരണം ഇതിന്റെ ഒരു അന്വേഷണം വളരെ അന്തിമഘട്ടത്തിലേക്ക്, അതല്ലെങ്കിൽ ഇത് യഥാർത്ഥ ഇതിൽ കുറ്റവാളികളിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുക, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ഇവിടുന്ന് അടിച്ചോടിക്കുക, ഇതാണ് ഡി ഗ്യാങ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ആദ്യം തന്നെ പല ഭീഷണികൾ ഉണ്ടായിട്ടും നമ്മൾ കൊല്ലുമെന്ന് പോലും പറഞ്ഞിട്ടും നമ്മൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തു. ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരെ വാഹനങ്ങൾ ആക്രമിക്കുക, ക്യാമറകൾ തല്ലിത്തകർക്കുക, അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മാധ്യമപ്രവർത്തകരെ മുഴുവൻ ഇവിടെ നിന്നും പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥലയിൽ വരാത്ത രീതിയിലാക്കാനാണ് ഈ ഡി ഗ്യാങ് ഇന്ന് ഉദ്ദേശിച്ചത്. ആ രീതിയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇവർ സംഘടിച്ചെത്തിയത്. കാരണം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു 6ഓളം അസ്ഥികൂടങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിലും കൂടുതലുണ്ടാകാം. വലിയ തോതിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ലഭിച്ചു എന്നാണ് പറയുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം SIT വളരെ രഹസ്യമായി, കാരണം ഇത് SIT മുന്നിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഇത്തരം കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യം വന്നാൽ അത് ഇതിലെ കുറ്റക്കാരായവർക്ക്, അല്ലെങ്കിൽ ഇത്തരം നീചപ്രവൃത്തി ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ അവർ പ്രതിരോധിക്കാൻ രംഗത്ത് വരും. അതിന് പല വിധമാനം കൊടുക്കും. കാരണം ഇതിൽ ക്ഷേത്രം എന്ന് പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രയോഗം ഉണ്ടാകാം. അത് ഇല്ലാതാക്കാനാണ് SIT വളരെ രഹസ്യമായി ഈ രീതിയിൽ. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി ആളുകൾ കൂടുതലായി ഇവിടെ എത്തുന്നതാണ്. മാധ്യമങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ, മഴയും വെയിലും ഒക്കെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ആക്ഷൻ കമ്മിറ്റി 2,000-3,000 ആളുകളാണ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിലുണ്ടായത്. അത്രത്തോളം ആളുകളെ പ്രകോപിതരാക്കിയിട്ടുണ്ട് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം. എന്തായാലും നാളെ ആക്ഷൻ കമ്മിറ്റി ഇവിടെ സുരക്ഷയൊരുക്കും. മാധ്യമപ്രവർത്തകർക്ക് പോലീസ് നൽകിയില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി സുരക്ഷയൊരുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത് വാഹനങ്ങളൊക്കെ തല്ലിത്തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മഞ്ജുഷ്, ഇതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി, അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്തു വന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഡി ഗ്യാങ് സംഘടിച്ചെത്തിയത്. ഇപ്പോൾ മനാഫ്, പൊതുപ്രവർത്തകൻ, അദ്ദേഹം കൂടി ചേരുകയാണ്. മനാഫ്, എന്താണ് ഇപ്പോൾ ഇത് പ്രതീക്ഷിതമായിരുന്നു ഏത് സമയത്തും അവിടെ ഒരു ഗ്യാങ്ങിന്റെ ആക്രമണം ഉണ്ടാകും, ഡി ഗ്യാങ് ആക്രമണം നടത്തുമെന്ന്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരിശോധന തുടങ്ങിയതോടുകൂടി അവർ പൊതുമധ്യത്തിലേക്ക് എത്തിയിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുവാനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും അവിടുത്തെ അന്വേഷണം ബുദ്ധിമുട്ടുള്ളതായി മാറുമോ? പോലീസ് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ ധർമ്മസ്ഥലയിൽ? മനാഫ് സാർ, ഇന്നത്തെ വിഷയം തന്നെ നോക്കി, ഇത് ഏകദേശം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രാമത്തിലുള്ള പല ആളുകളും ഇപ്പൊ രംഗത്തേക്ക് വന്ന് തുടങ്ങിയതാ. ഇന്ന് തന്നെ SITന്റെ മുന്നിൽ 6 ആളുകളാണ് ഈ വിഷയം പറഞ്ഞിട്ട് അവരുടെ ആളുകളെ, നഷ്ടപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മറവ് ചെയ്തത് കണ്ട ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആളുകൾ ഭയം ഒഴിവാക്കിയിട്ട് ഈ വിഷയത്തിൽ രംഗത്തേക്ക് വന്നു എന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു അക്രമവും നടക്കുന്നത്. അതായത് മാധ്യമ പ്രവർത്തകരെ തന്നെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് എല്ലാം ഇവിടെ ഭയപ്പെട്ടിട്ട് എല്ലാം ഇവിടെ നിൽക്കുന്നുള്ള ഒരു ധാരണയാണ് ഈ ഇതിന്റെ പിന്നിൽ ചെയ്ത ആളുകളുടെ. ഒരു 3 ചെറുപ്പക്കാരായ മാധ്യമ പ്രവർത്തകരെ തല്ലാൻ വേണ്ടിയിട്ട് 100 ആളോളം ആണ് എന്താണ് മാരക ആയുധങ്ങളായിട്ട് വന്നത്. ഇരുമ്പിന്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചത്. 3 ആൾക്കാരെ സ്ഥിതി സീരിയസ് ആണ്. അപ്പം
ഇതിന്റെ പിന്നില് ആരും ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കണ വെറുതെ അമ്പലത്തിനെ എന്താ പറയാ അമ്പലത്തിന്റെ പേര് കെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിക്കണെന്ന് പറയുമ്പോ ഇത് ഭൂമിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്നതാണോ ഈ 100ഓളം വരുന്ന ഈ അക്രമി സംഘം? അപ്പൊ ഇവിടെ ഇതിന് ഒരു നീതിന്യായ വ്യവസ്ഥ ഒന്നും ഇല്ലേ? ഈ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടി ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പോരാട്ടക്കാരെല്ലാരും കുറെ ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യമായി പോലീസിനോട് ആക്രമണം ഉണ്ടാവും. പിന്നെ അതിന് പോലീസ് ബന്ദോബസ്ത് വേണം. ഇതിപ്പോ എന്താ പറഞ്ഞ സൗജന്യന്റെ വീടിന്റെയും ഈ 11 നമ്പർ പോയിന്റിന്റെയും എടുത്തായിട്ടാണ് ഇപ്പൊ ഈ ആക്രമണം ഉണ്ടായത്. അതായത് റോട്ടുമെന്നാണ് ആക്രമണം ഉണ്ടായത്. 100ഓളം ആളുകൾ വന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ വില കൂടിയ ക്യാമറ ഇതൊക്കെ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. വാഹനങ്ങൾ തകർത്ത്. അതുപോലെ തന്നെ ഈ 3 പേരുടെ നില ഗുരുതരാണ്. അപ്പൊ എവിടെയാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ പിന്നോട്ട് നിൽക്കാനല്ലേ ഇവര് ഉദ്ദേശിക്കുന്നത്? അല്ല, അപ്പോൾ ആക്ഷൻ കൗൺസിൽ പ്രതിരോധിക്കാൻ എത്തിയിരുന്നു. എങ്ങനെയാണ് അവിടെ അല്ലല്ലോ ഈ ഡി ഗ്യാങ് അവിടെ പിരിഞ്ഞു പോയിട്ടില്ല എന്നാണോ മനാഫ്? ഇപ്പോൾ ഈ കൂടി നിൽക്കുന്നവർ ഡി ഗ്യാങ്ങിൽ പെട്ട ആളുകളാണോ അതോ ഈ ആക്ഷൻ കൗൺസിലിന്റെ ആളുകളാണോ? അങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണല്ലോ. താങ്കൾക്ക് പക്ഷേ അറിയാം, അവിടുത്തെ അവിടെ പരിചിതനായ ആളായതുകൊണ്ട്. അല്ല, ആക്ഷൻ കമ്മിറ്റി സാധാരണ ഈ ഒരു ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകള് പൊതുവെ ഈ ഒരു കുഴിക്കുന്ന സമയത്ത് അവിടെ വരാറില്ല. അവിടെ ഉദ്യോഗസ്ഥർക്ക് ആ ജോലി ചെയ്യാനും മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്യാനും കമ്മിറ്റിന്റെ തീരുമാനമാണ് ആ പരിസരത്ത് ഞങ്ങളാരും ഉണ്ടാവരുത് എന്നുള്ളത്. ആ തീരുമാനപ്രകാരം അവിടെ ആരും ഇല്ല. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകരായ അഭിഷേക്, കുഡ്ല രാംപേജ്, പിന്നെ സഞ്ചാരി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവര് നിരന്തരം ഇതിന്റെ പിന്നിൽ വാർത്തകൾ ചെയ്ത ആളുകളാണ്. പിന്നെ ആരൊക്കെ ഉണ്ട് എന്നുള്ള അറിയില്ല. മറ്റൊരു ഇതില് ഒരു എന്താ പറയാ കമ്മിറ്റി മെമ്പർ പറയുന്നത് വേറെ ആരൊക്കെ മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഉണ്ടാക്കി തന്ന ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തന്ന അഭിഷേക് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ വളരെയധികം സീരിയസ് നിലയിലാണ്. ഞാൻ ശിരൂർ ദൗത്യത്തിന്റെ സമയത്തെ ഉള്ള സൗഹൃദാണ് അദ്ദേഹമായിട്ട്, ആ ചെറുപ്പക്കാരനായിട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ ഞാൻ നിത്യ സന്ദർശകനാണ്. ആ ആൾക്ക് ഇന്ന് സീരിയസ് ആയതെന്ന് അറിയുമ്പോൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ ഭയപ്പെടുത്താനും കൂടിയാണല്ലോ ഇപ്പൊ ഇത് ചെയ്തത്. പക്ഷെ ഇത് ഭയപ്പെടുത്തല്ല ചെയ്യാന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നത്. ശരി, DGP സ്ഥലത്തുണ്ടായിരുന്ന ദിവസം തന്നെയാണ് ഇങ്ങനെ അവിടെ ആക്രമണം നടന്നത് എന്നുള്ള കാര്യവും അത് കർണാടക പോലീസിന് നേരെ ഒരു ചോദ്യശരങ്ങൾ ഉന്നയിക്കുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണിത്. കാരണം ഇത്രമാത്രം സുരക്ഷാ സംവിധാനം അവിടെ ഒരുക്കിയിരുന്നു. കാരണം ഇവിടെ പരിശോധന നടക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്, അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് വൈകിട്ടായപ്പോഴേക്കും ഒരു സംഘം സംഘടിച്ചെത്തി, ഡി ഗ്യാങ് എന്നറിയപ്പെടുന്നവർ സംഘടിച്ചെത്തി മാധ്യമങ്ങളെ ആക്രമിച്ചത്. അഭിഷേക് എന്ന മാധ്യമപ്രവർത്തകന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. കമ്പിവടികളുമായിട്ട് ആക്രമിക്കുകയായിരുന്നു ഒരു സംഘം. ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ പിന്നീട് എത്തി അവിടെ മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പോലീസിന് പക്ഷേ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ഡി ഗ്യാങ്ങിന്റെ ആക്രമണത്തിലാണ് 3 മാധ്യമപ്രവർത്തകർക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ. ഇതാണിപ്പോൾ ധർമ്മസ്ഥലയിലെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് കൂടുതലായി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇപ്പോഴും അവിടെ കൂടി നിൽക്കുകയാണ്. പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ്. ഇന്നത്തെ പരിശോധന 13ാമത്തെ പോയിന്റിലുണ്ടായിരുന്നു. അതിനുശേഷം കാട്ടിനുള്ളിലും പരിശോധന നടത്തിയിരുന്നു. അതിനിടെയായിരുന്നു ഈ അക്രമ സംഭവം ധർമ്മസ്ഥലയിൽ ഉണ്ടായത്. പരിശോധന തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ധർമ്മസ്ഥലയിൽ ഉണ്ടാകുന്നത്. പരിശോധന തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയ ആളുകളാണ് ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടത്. ഇപ്പോൾ വിനോദ് മേക്കോത്ത് മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. വിനോദ്, ഇത് എന്താണ് സംഭവിക്കുന്നത് ധർമ്മസ്ഥലയിൽ? ഇത് പരിശോധന അത് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവരം പുറത്തറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളല്ലേ നടക്കുന്നത്? പോലീസിന്റെ ഒത്താശയുണ്ടോ ഇതിന്? ഈ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇതാദ്യമായിട്ടല്ലല്ലോ. നമ്മൾ കണ്ടല്ലോ, ഗാഗ് ഉത്തരവിലൂടെ ഈ പറയുന്ന മാധ്യമങ്ങളെയാകെ അവരുടെ പ്രവർത്തനങ്ങളെയാകെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഡി ഗ്യാങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 383ഓളം വരുന്ന യൂട്യൂബ് ചാനലുകൾ ഇല്ലാതാക്കുകയും 8000-ലധികം വരുന്ന URL അടക്കമുള്ള കണ്ടന്റുകൾ നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരായി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഈ കായികമായിട്ടുള്ള ആക്രമണത്തെ കൂടി നമ്മൾ കാണേണ്ടത്. 7 ദിവസങ്ങളിലായിട്ടുള്ള തിരച്ചിൽ കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഡയമെൻഷൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഒറ്റയും തെറ്റയുമായ അസ്ഥികൾ കണ്ടുകിട്ടി എന്ന് പറയുന്നിടത്തു നിന്ന് കൂട്ടമായി വൻതോതിൽ അസ്ഥി പഞ്ചരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടുകിട്ടി തുടങ്ങുന്നു എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ മനാഫ് പറഞ്ഞൊരു പോയിന്റ് ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഭയം എന്ന് പറയുന്ന ആ ഒരു ഫിയർ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡി ഗാങ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുഴുവൻ ഈ സംവിധാനങ്ങളും അവിടുത്തെ ജനങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. എന്തു ചെയ്യുന്നതും ഭയമായിരുന്നു ആളുകൾക്ക്, എന്തു ചോദിക്കുന്നതും ഭയമായിരുന്നു ആളുകൾക്ക്. ധർമ്മസ്ഥലയിൽ പോയപ്പോൾ കണ്ടത് ഈ വിഷയം ഉരുത്തിരിഞ്ഞു വന്നതോടുകൂടി അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ആളുകളെയാണ് ഞങ്ങൾക്ക് അവിടെ ധർമ്മസ്ഥലയിൽ കാണാൻ കഴിഞ്ഞത്. ആളുകൾ എന്ത് ചോദിച്ചിട്ടും പ്രതികരിക്കുന്നില്ല. അവരെയൊക്കെ മതിക്കുന്നത് ഈ ഫിയർ ഫാക്ടർ ആയിരുന്നു. ആ ഫിയർ ഫാക്ടർ പതുക്കെ മാഞ്ഞു വരുന്നുണ്ടോ എന്ന തോന്നൽ ഈ പറയുന്ന 7 ദിവസത്തെ SIT-യുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ നടത്തുന്ന എക്സ്യൂമിങ്ങിലൂടെ ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന സംവിധാനങ്ങളിലൂടെ കണ്ടെത്തി തുടങ്ങിയപ്പോ 6ഓളം പേർ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ കാണിച്ചു തരാം, കൂടുതൽ കുഴിച്ചിട്ട ഭാഗങ്ങൾ ഞങ്ങൾ തന്നെ വന്ന് എടുക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് SIT-യെ സമീപിക്കുകയും അവരെ ഈ ടീമിനോടൊപ്പം ചേർക്കുന്ന ഒരു നിലപാടിലേക്ക് SIT മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ വലിയ സംഘത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അടക്കി ഭരിച്ചിരുന്ന ആ ഭയത്തിൽ നിന്ന് ചെറിയ കുറവ് വരുന്നുണ്ടോ എന്ന തോന്നലുണ്ടാക്കിയപ്പോൾ ആ ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കായികമായി നേരിടുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മാധ്യമങ്ങളെ. അവർ ഏറ്റവും ഭയപ്പെട്ടത് മാധ്യമങ്ങളെയാണ്. അത് നമ്മൾ കണ്ടല്ലോ. ഈ മാധ്യമങ്ങൾക്കെതിരായിട്ട് വന്ന ഉത്തരവ് കർണാടകയിൽ ധർമ്മസ്ഥല എന്ന പേര് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന പേര് വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള പേരുകൾ വന്നത് ഏതു തരത്തിലുള്ള കണ്ടന്റുകളാണെങ്കിലും അത് എക്സ് പാർട്ടി ഉത്തരവിലൂടെ മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരോട് ഒരു നോട്ടീസ് അയച്ച് അതിന് മറുപടി തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടല്ല കോടതി നീക്കിയത്. ഒരു കോടതി ഇത്തരത്തിൽ ഒരു കേസ് എടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ യൂട്യൂബ് ചാനലുകൾ, നമുക്കറിയാമല്ലോ, ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന 300-ലധികം യൂട്യൂബ് ചാനലുകളെ തന്നെ ഇല്ലാണ്ടാക്കി. അങ്ങനെ 8000-ലധികം വരുന്ന കണ്ടന്റുകളൊക്കെ റേസ് ചെയ്ത് കളയുകയാണ്, ഏകപക്ഷീയമായിട്ട് റേസ് ചെയ്ത് കളയുക. ആ ഉത്തരവിനെ ഇപ്പോ അത് ദുർബലപ്പെട്ടിരിക്കുന്നു. ആ നടപടിയിലൂടെ ഇത് തടഞ്ഞു നിർത്താനാവില്ല എന്ന് വന്നിരിക്കുന്നു. ആ ഉത്തരവ് സുപ്രീം കോടതിയിൽ പോയി, പക്ഷേ ഒടുവിൽ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി നിശിതമായി വിമർശിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം ഉത്തരവുകൾ ഇടുന്ന കീഴ്ക്കോടതിയെ അതിശക്തമായി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അത് ആ ഉത്തരവ് തന്നെ ക്രാഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഭയം എന്ന് പറയുന്ന ഫാക്ടർ, ഈ ഫിയർ ഫാക്ടർ മാറി മാറി വരുന്നുവോ എന്ന തോന്നലുണ്ടാകുന്നു. ജനങ്ങൾ കൂടുതലായി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു. കർണാടക മാധ്യമങ്ങൾ തലനീട്ടി ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടേ ഉള്ളൂ, ഇപ്പോഴും പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇനിയും കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോ അവിടെ ഈ പറയുന്ന ഭയത്തെ വീണ്ടും അവരുടെ മനസ്സിൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇത്തരമുള്ള ആക്രമണങ്ങൾ നടത്തിയേ പറ്റൂ. ഇത് നമ്മൾ കണ്ടുവരുന്നതാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കണ്ടല്ലോ, ഇത് ബെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിൽ 2012 ശേഷമുള്ള അല്ലെങ്കിൽ ആ കേസ് അവിടെ ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു RTI ഫയൽ ചെയ്തപ്പോൾ അവിടെ ഒരു ക്രൈം റെക്കോർഡുകൾ, ഒരു 10 വർഷം പഴക്കമുള്ള റെക്കോർഡുകൾ പോലും ലഭ്യമല്ല എന്ന് പറയുന്ന തരത്തിൽ RTIക്ക് മറുപടി കൊടുക്കുന്ന ഒരു പോലീസിംഗ് ആണ് അവിടെ നിൽക്കുന്നത്. ഒരു മറുപടിയുമില്ല. പക്ഷേ ഭാഗ്യവശാൽ SIT ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ പ്രണബ് മുഖർജി ഈ പറയുന്ന തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് അദ്ദേഹം നേരത്തെ തന്നെ കൈപ്പറ്റിയതോടുകൂടി അവരുടെ ഈ നീക്കം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പം ഇവർ തടയിട്ടിരുന്ന അല്ലെങ്കിൽ ആക്രമണം തങ്ങൾക്ക് നേരെ വരരുത് എന്ന തരത്തിൽ ബന്ധിച്ചിരുന്ന എല്ലാ ചരടുകളും പതുക്കെ പതുക്കെ പൊട്ടുന്നതായി തോന്നിയ ഈ പറയുന്ന ഡി ഗാങ് ഇന്ന് അവരുടെ തനിനിറം കാട്ടി പുറത്തു വന്നിരിക്കുകയാണ്. അഭിഷേക് ഞങ്ങൾ പ്രിയപ്പെട്ടവനാണ്, വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് മാധ്യമ പ്രവർത്തനം ഓൺലൈൻ തന്റെ യുണൈറ്റഡ് എന്ന് പറയുന്ന ചാനലുമായി ബന്ധപ്പെട്ട് വളരെ കമ്മിറ്റഡ് ആയി നടത്തുന്ന ഒരു യൂട്യൂബറാണ്. അതോടൊപ്പം തന്നെ മറ്റു യൂട്യൂബർമാർ, ഇവരൊക്കെ ഇന്ന് മാരകമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ അന്വേഷണം നേരായ രീതിയിൽ പോകുന്നു.
SITയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കമ്മിറ്റിക്ക് പരാതികളില്ല, അതിന് റിസൾട്ട് ഉണ്ട്. അത് ഓരോ ദിവസവും ഓരോ പോയിന്റും എല്ലാ പോയിന്റിലും കിട്ടിയില്ലെങ്കിലും ഈ പറയുന്ന പോയിന്റുകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ കുഴിച്ചെടുക്കാൻ കഴിയുന്നു. അതിൽ പലതും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014-ലോ 15-ലോ അവിടുന്ന് ജോലി കഴിഞ്ഞു പോയ അല്ലെങ്കിൽ അവിടെ നിന്ന് നാട് വിട്ടു പോയ ഈ പറയുന്ന ഭീമ അയാളുടെ അതിനുശേഷവും കഴിഞ്ഞ 1 വർഷമോ 2 വർഷമോ ഒക്കെ പഴക്കം മാത്രമുള്ള മൃതദേഹങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബാധം തുടരുന്ന ഒരു ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഓരോ ദിവസവും അങ്ങനെ കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. പക്ഷേ SIT ഇതൊന്നും ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അസ്വസ്ഥതപ്പെടുന്ന ആ ഡി ഗ്യാങ് ആണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പം അടങ്ങിയിട്ടുണ്ട് അവിടെ. നേരത്തെ സംഘടിച്ചെത്തിയതാണ്. അഭിഷേക് എന്ന മാധ്യമപ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിനോദ് പറയുന്നു. വിനോദിന്റെ ഒരു അടുത്ത സുഹൃത്താണ്, അവിടെ തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തു വന്നിരുന്ന ആളാണ് അഭിഷേക്. അഭിഷേകിനാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. KV ബൈജു സ്പോട്ടിലുണ്ട്. ബൈജു കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നൽകും. ബൈജു തുടക്കം മുതൽ തന്നെ ന്യൂസ് 18 വേണ്ടി ധർമ്മസ്ഥലയിൽ നിന്ന് രഹസ്യങ്ങൾ ഓരോന്നും അറിയിച്ചു കൊണ്ടിരുന്ന ആളാണ്. പൊതുസമൂഹത്തിലേക്ക് ആദ്യം ഈ വിഷയം ഉന്നയിച്ച ചാനലാണ് ന്യൂസ് 18. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബൈജു സ്പോട്ടിലുണ്ട്. അല്പസമയത്തിനകം ബൈജുവിലേക്ക് വീണ്ടും വരാം. ശ്രീമതി പി ഗീത, എങ്ങനെ കാണുന്നു ധർമ്മസ്ഥലയിലെ ഈ തെരച്ചിലും ഈ കണ്ടെടുക്കുന്ന അവശിഷ്ടങ്ങളും അതുപോലെ ഇപ്പോൾ ഈ ഡി ഗ്യാങ്ങിന്റെ ആക്രമണവും? കേൾക്കുന്നുണ്ട്. വാസ്തവത്തില് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു. കാരണം അവര് ആ അന്തരീക്ഷത്തെ ടെററൈസ് ചെയ്ത് നിർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ സംഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഭീകരമായിട്ട് ആയുധങ്ങൾ ഏന്തി വന്നിട്ടുള്ള വലിയൊരു കൂട്ടം, വലിയൊരു മോബ് അവിടുത്തെ കുറച്ച് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാർത്തയെ പുറത്തിടുന്ന ആരെയും അവരെന്തും ചെയ്യും എന്നുള്ള തരത്തിൽ ടെററൈസ് ചെയ്തിട്ട് ഇതിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം തന്നെ ഇത്തരമൊരു ശ്രമം ഉണ്ടായി കഴിഞ്ഞ സ്ഥിതിക്ക്, അത് പോലീസിന് തടയിടാൻ കഴിയാതിരുന്ന സ്ഥിതിക്ക്, തീർച്ചയായിട്ടും SITയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് പത്രസമ്മേളനം നടത്തേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മാധ്യമ പ്രവർത്തകർ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ശരിയാണോ അല്ലയോ, ഇത് സ്കൂപ്പാണോ, ഓരോരുത്തരുടെ താല്പര്യമാണോ, ഇത് ആരോടെങ്കിലുമുള്ള വിരോധമാണോ, ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ താല്പര്യങ്ങളാണോ എന്നൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് ബോധ്യമല്ല എന്നുള്ളൊരു ന്യായമാണ് മറുവശത്തുള്ളത്. അതുകൊണ്ട് SIT അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പൊ കിട്ടിയത് മുഴുവൻ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അവരുടെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുമെങ്കിലും കുറച്ചു കാര്യങ്ങളെങ്കിലും ബ്രീഫ് ചെയ്തുകൊണ്ട് പത്രസമ്മേളനം വിളിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അവർക്ക് ചിലപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ SIT ശ്രമിക്കുക എന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ ഈ ദിവസങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുക ആ ഉദ്ദേശമായിരിക്കും ശ്രീമതി പി ഗീത, അല്ലേ? അതായിരിക്കാമെങ്കിൽ പോലും കാര്യങ്ങൾ വളരെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നിർത്താൻ SITയുടെ ഒരു പത്രസമ്മേളനം ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഈ കാര്യങ്ങൾ അറിയുന്നത്, മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് എന്ന് വരുമ്പോ മാധ്യമപ്രവർത്തകർക്ക് നേരെ മാത്രം തിരിഞ്ഞിരിക്കുന്ന അവരുടെ ഫോക്കസ് അവര് SITക്ക് നേരെ തിരിയുമോ, ഗവൺമെന്റിന് നേരെ തിരിയുമോ, നമുക്ക് നോക്കാലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് വെക്കേണ്ടെന്നൊരു സന്ദർഭമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ വാസ്തവത്തിൽ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിപ്പോ തോന്നുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചുപേര്, നേരത്തെ പറഞ്ഞ വിനോദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞതുപോലെ 5-6 പേര് ഞങ്ങൾ കൂടി കാണിച്ചു തരാം, ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനെ ടെററൈസ് ചെയ്ത് വന്ന ആൾക്കാരെ മുഴുവൻ മടക്കി അയക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അങ്ങനെ മടങ്ങി പോകാതിരിക്കാൻ തയ്യാറായിട്ടുള്ള വലിയൊരു ജനസമൂഹം അവിടെ ഉണ്ടാവണം. അത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് വാസ്തവത്തിൽ ഈ മീഡിയ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും അവിടുത്തെ പൾസ് അറിയുന്ന
ഇപ്പൊ മനാഫിനെ പോലെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വിനോദിന് അല്ലെങ്കിൽ ബൈജുവിന് ഒക്കെ തന്നെ അത്തരത്തിലുള്ള സംഗതികൾ സാധ്യമാകുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവരുടെ ഭയം കുറേശ്ശെ അകന്നു പോകുന്നു. അവർ കേസ് കൊടുക്കാൻ തയ്യാറാവുന്നു, അവർ കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു, SIT-യോടൊപ്പം അന്വേഷിക്കാൻ തയ്യാറാവുന്നു, കാര്യങ്ങൾ തുറന്നു പറയാൻ. ഇപ്പോഴും അവർ അനുഭവിച്ചത് മുഴുവൻ പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അപ്പൊ ഇപ്പോഴും അത് തുറന്നു പറയാൻ അവർ കുറേശ്ശെ ആ ഒരു അറ്റമെങ്കിലും ഒരു അറ്റം അവർ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പൊ ചേർത്ത് വെക്കാം. എന്താണ് വിനോദ്? അതായത് അവര് ഈ 6 പേർ രംഗത്ത് വന്നത് ഞങ്ങളുടെ പേര് പുറത്തു വിടുന്നതിന് മടിയില്ല, ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. കാരണം അവര് നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. ആ നേരിടാൻ തയ്യാറാവുന്നു എന്നുള്ളത് ആയുധം കൊണ്ട് മാത്രമല്ലല്ലോ കാര്യങ്ങളെ നേരിടുന്നത്. അപ്പൊ അതിനെ ഭയക്കുന്ന വസത്തിൽ ഭയക്കുന്നവരാണ് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടെ ഭയം എന്ന് പറയുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ പൊളിഞ്ഞു പോവുക എളുപ്പമാണ്. അവിടെ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അവിടെ പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോലീസ് അവിടെ ഇത്ര കാലം എന്താണ് ചെയ്തത്? പോലീസ് യഥാർത്ഥത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ കർണാടക പോലീസിന് ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവർക്കത് സാധിച്ചിട്ടില്ല. അവർക്ക് ഇത്രമാത്രം വസത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ന്യൂസ് 18-ന്റെ റിപ്പോർട്ടർ റിപ്പോർട്ടറും കൂടി വേണ്ടി വന്നിട്ടുണ്ട് അത്തരം ഒരു ബ്രേക്ക് ത്രൂ നടത്താൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് ഇതിൽ ഇടപെട്ടിട്ടുള്ള മലയാളികൾക്ക് സംഭവിച്ചിട്ടുള്ള ദുര്യോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിനെ ഇടപെടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അല്ല, അത് ഇപ്പോൾ നേരത്തെയും മനാഫ് കഴിഞ്ഞ ചർച്ചകളിലും ഒക്കെ അത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് ഇടപെടാവുന്ന സമയമായി കഴിഞ്ഞു. മനാഫ്, താങ്കൾ തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണിത്. കാരണം മലയാളികളുടെ ഒരുപാട് പേരുടെ ദുരിതാനുഭവങ്ങൾ ഇതിനകം തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട് കഴിഞ്ഞു. ഇന്നും ഉണ്ടായിരുന്നു അവിടെ അക്രമി സംഘം നടത്തിയ അവർ വന്ന് വാതിലിൽ മുട്ടുന്നു, അവിടെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു, ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. മരണം വരെ സംഭവിച്ച കാര്യം മലയാളികളുടെ അതും വരെ പുറത്തു വന്നു കഴിഞ്ഞു. എന്നിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല കേരളത്തിൽ നിന്ന് എന്നത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അല്ലേ മനാഫ്? മനാഫ് കേൾക്കാമോ? ഹലോ, തന്നെ കഴിഞ്ഞ കേൾക്കാം. 2012 സൗജന്യന്റെ ഈ കൊലപാതകം നടന്നതിന് ശേഷം ഇതുപോലെ തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്നത് ഇതേ ഡി ഗാങ് എന്നാണ് അന്നും അടിച്ച് അമർത്തിയത്. ഇപ്പോഴും ഈ ഇന്നത്തെ ഇൻസിഡന്റ് ഇന്നത്തെ മാത്രമല്ല, മെനയാന്നു ഡി ഗാങ് വന്നിട്ട് ഒരു അക്രമം നടത്തി പോയതാണ്. അപ്പൊ തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ അസഭ്യം പറയുന്ന കാര്യങ്ങള് വേറെ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഷെട്ടി എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു ഗുണ്ടാണല്ലോ, അദ്ദേഹം വന്നിട്ട് അവിടെ ഒരു തന്നെ അക്രമം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ശബ്ദത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ദൃശ്യങ്ങൾ ന്യൂസ് 18 കൂടെ കാണാം. ഇപ്പോൾ അവിടെ അക്രമ സംഭവങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതൊരു ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ആക്രമിച്ചു, ക്യാമറകൾ തല്ലി തകർത്തു. ഇങ്ങനെ ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടമാണ് ധർമ്മസ്ഥലയിൽ കണ്ടത്. അത് അല്പം മുമ്പ് വരെ തുടർന്നിരുന്നു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. പോലീസിന് ഈ അക്രമം അടിച്ചമർത്തുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് സ്ഥിതി അല്പമെങ്കിലും ഒന്ന് ശാന്തമായത്. അല്പസമയം മുമ്പും ആളുകൾ തടിച്ചുകൂടിയിരുന്നു അവിടെ. ഇന്നത്തെ പരിശോധന തീർന്ന ഉടൻ തന്നെയാണ് ഇങ്ങനെ ഒരു അക്രമം നടന്നത് എന്നതാണ്. അവിടെ ഡി ഗ്യാങ് നേരത്തെ തന്നെ തലപൊക്കിയതാണ്. അവർ കുറച്ച് ദിവസങ്ങളായി അവർ നിശബ്ദരായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും
തലപൊക്കിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ കൂടുതൽ രഹസ്യങ്ങൾ കുഴിച്ചെടുക്കുന്നു, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. ഇതിൽ അസ്വസ്ഥതപ്പെടുന്ന ഒരു ഗ്യാങ് ആണ്, ഇങ്ങനെ ഡി ഗ്യാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ കൊലപാതകവുമായൊക്കെ അവർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ നാട്ടുകാർ അവിടെ ഞങ്ങൾക്കറിയാം കുറേയേറെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. പേര് പുറത്തു വരുന്നതിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ വന്നപ്പോൾ കൂടുതൽ അസ്വസ്ഥമാവുകയാണ് ഡി ഗ്യാങ്. അങ്ങനെ അവർ ഇന്ന് അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കണ്ടത്. ശ്രീ വിനോദ് മേക്കോത്ത്, ഇവിടെ ഈ നാട്ടുകാർ കൂടുതലായി വരുന്നതോടുകൂടി ഈ ഡി ഗ്യാങ്ങിന് വരും ദിവസങ്ങളിൽ ഇന്ന് ചെയ്ത പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുകയില്ല എന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? പോലീസ് എന്തായാലും ലോക്കൽ പോലീസിനെ വിശ്വസിക്കേണ്ട, പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായിട്ട് അന്വേഷണവുമായി പോകുന്നുണ്ടല്ലോ, അവർ വേണ്ട കരുതലും എടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവിടെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ എത്രയും ലഭ്യമാണ്. അതേസമയം അത് മാത്രം മതിയാവില്ല, കാരണം വലിയ ശക്തികളാണ്. കൃത്യമായിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. BJP-യുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു വന്നത് ഇതിനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറ്റാൻ, വർഗീയമായ ഒരു തലത്തിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ ഗൗരവത്തിൽ നടക്കുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ ഉള്ള ആക്രമണങ്ങളിലേക്ക് പോയിട്ടുണ്ടാവുക. ആ ക്ഷേത്രത്തെ ടാർണിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഫെയിം ഇല്ലാതാക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ആ രീതിയിൽ അങ്ങോട്ട് കത്തിപ്പിടിച്ചില്ല. പക്ഷെ അതേസമയം ഇങ്ങനെ ഈ നടപടികൾ ഓരോന്നും മുന്നോട്ട് പോകുന്നു. 1, 2, 4, 5 എന്നൊക്കെ പറയുന്ന തരത്തിൽ തയ്യോട്ടികളും 50, 60 എന്നൊക്കെ പറയുന്ന തരത്തിൽ അസ്ഥി കഷ്ണങ്ങളും ഒക്കെ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന നിലയുണ്ടാകുന്നു. ഈ പറയുന്ന തരത്തിൽ ജനങ്ങൾ രംഗത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1, 2 വർഷങ്ങളായി ഒരു വ്യക്തിയുടെ മാനസിക വൈകല്യത്തിന്റെ ഭാഗമായി അയാൾ നടത്തിയ സീരിയൽ കില്ലിങ്സ് അല്ല ഇത്. ഒരു പട്ടണത്തെ അല്ലെങ്കിൽ ഒരു നഗരി, ഒരു ക്ഷേത്ര നഗരി ആകെ വലയം ചെയ്യുന്ന ഒരു വലിയ ശക്തികൾ പതിറ്റാണ്ടുകളായി നടത്തി വരുന്ന ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ്. അതിന്റെ ഏറ്റവും വലിയ കോടാലിക്കൈയാണ് ഈ ഡി ഗ്യാങ് എന്ന് പറയുന്നത്. ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ചെന്നപ്പോൾ ബൈജുവേട്ടൻ, എനിക്ക് ഈ ചർച്ചയ്ക്കിടയിൽ പറയാനുള്ളത്, ന്യൂസ് 18 ഉത്തരവാദപ്പെട്ട അതിന്റെ വേണ്ടപ്പെട്ടവരോട് അവിടെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ദിവസങ്ങളായി ബൈജുവേട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കരുതണം എന്ന് പറയുകയാണ്. കാരണം ആ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ബൈജുവേട്ടനും ന്യൂസ് 18 ടീമും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ ഈ ഡി ബാർ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ നമ്പർ ഇട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് ഞങ്ങൾ അവിടെ വന്ന കാറിനെയും ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംവിധാനം, ഈ ഒരു ഗൂഢസംഘം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സംഘങ്ങൾ അത് വലയം ചെയ്ത ഒരു ക്ഷേത്ര നഗരിയാണ് അവിടെ. അത് ക്ഷേത്രത്തെ ശരിയാണ്, താങ്കൾ പറഞ്ഞു ശരിയാണ്. ആ മുന്നറിയിപ്പ് നല്ലതാണ്. ബൈജുവിനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബൈജു കുറച്ച് മാറി നിന്നാണ് അല്പസമയം മുമ്പ് ഇവിടെ നമ്മൾ പറയേണ്ടി പേര് തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ബൈജു വീണ്ടും ഗ്രൗണ്ട് സീറോയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബൈജു പറയുന്നത് അവിടെ നിന്ന് ലൈവ് തരാം എന്നാണ്. സൂക്ഷിച്ച് ചെയ്യണം എന്ന് ബൈജുവിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ബൈജുവിനെ അവിടെ നോട്ടമിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. വിനോദ് പറഞ്ഞതുപോലെ പലതവണയും അവിടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ബൈജുവിനെ അവർ ഭീഷണിപ്പെടുത്തുന്ന കാര്യം പോലും ഉണ്ടായിട്ടുണ്ട്. വിനോദ് തുടരും. അപ്പൊ ഞാൻ ഒരു കണക്ക് ഞാൻ പറയാം. അവിടെ നടന്ന ഈ കുഴപ്പങ്ങൾ, ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. 2001 മുതൽ 2012 വരെയുള്ള കാലയളവിൽ 474 പേരാണ്. ഇത് കാട്ടിനകത്തുള്ള ഒരു ചെറിയ ക്ഷേത്ര നഗരിയാണ്. അവിടെയൊന്നും താമസക്കാരും മറ്റുള്ളതൊക്കെ താരതമ്യേന കുറവാണ്. ആ പ്രദേശത്ത് പോയവർക്കറിയാം. പക്ഷെ അവിടെ 474 പേർ ആത്മഹത്യ ചെയ്തു. അതിൽ 90 പേർ വനിതകളാണ്. 2003-ലും 2004-ലും 45 പേർ, ഓരോ വർഷവും 45 പേർ വീതം ആത്മഹത്യ ചെയ്യുന്നു. അതിൽ 23 പേർ ഒരു വർഷവും 26 പേർ മറ്റൊരു വർഷവും ഒക്കെ അതിൽ വനിതകളാണ്. 12 വർഷ കാലയളവിൽ ഓരോ വർഷവും അവിടെ 39 ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, ചില ഭാഗത്തു നിന്ന് പക്ഷികൾ കൂട്ടമായി വന്ന് ഒരു പ്രദേശത്ത് വന്ന് തലതല്ലി ചത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷികളെ സംബന്ധിച്ച്. ഏത് പക്ഷിയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലെയാണോ ധർമ്മസ്ഥല എന്ന് പറയുന്ന പോയിന്റ്? ഇങ്ങനെ ആളുകൾക്ക് വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പോയിന്റ് ആണെന്നല്ലേ നമ്മൾ ഈ വാർത്ത കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുക? അപ്പൊ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്രിമിനൽ നടപടികളുടെ ഒരു കേദാരമാണ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രദേശമാണ് ഈ പറയുന്ന ധർമ്മസ്ഥല എന്നാണ് നമ്മൾ അവിടെ നിന്ന് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ SIT ഈ പറയുന്ന തരത്തിൽ വന്ന് അവിടുത്തെ കണക്കുകൾ നേരത്തെ തന്നെ എടുത്തില്ലായിരുന്നുവെങ്കിൽ അൺനാച്ചുറൽ ഡെത്ത് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നിന്ന് നമുക്ക് കിട്ടില്ലായിരുന്നു.
കാരണം പോലീസ് പറയുന്നത് അവിടെ അങ്ങനെ ഒരു രേഖയില്ല. ശരി വിനോദ്, ഞാൻ ഇടപെടുകയാണ്. അവിടെ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ബൈജു നിൽക്കുന്നുണ്ട്. ബൈജു, എന്താണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്? ബൈജു. മഞ്ജുഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മാധ്യമപ്രവർത്തകരുടെ വാഹനത്തിന് നേരെ അപകടമുണ്ടായ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആക്രമിച്ച സ്ഥലത്താണ്. ഇതാണ് ആ വാഹനം. ഈ വാഹനം തകർത്തിരിക്കുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന ഇവരെ ആക്രമിച്ചിരിക്കുന്നു. ഇവരാണിപ്പോൾ ആശുപത്രിയിലുള്ളത്. നമുക്ക് കാണാം ഗ്ലാസുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. വലിയ തോതിലുള്ള ആളുകൾ സംഘടിച്ചെത്തി, ഒരു ഗ്യാങ്ങായി എത്തി ഇവിടെ ആക്രമിക്കുക. മറ്റൊരു വാഹനം കൂടിയുണ്ട് ഇവിടെ. നമുക്ക് ആ വാഹനം കൂടി കാണാം. ഒരു ജീപ്പാണ്. ഇതും തകർത്ത നിലയിലാണുള്ളത്. ഇത് ജസ്റ്റിസ് ഫോർ സൗജന്യ അവരുടെ വാഹനമാണ്. ആ വാഹനവും തകർത്ത നിലയിലാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവർ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ടീം വരുത്താനേ. ഓക്കെ, പോലീസ് പറയുന്നത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ സംഘപ്പെട്ട ആളുകൾ ഇവിടെ എത്താനുണ്ട്. നമ്മളുടെ നിന്ന് മാറി നിൽക്കണം എന്നതാണ് പറയുന്നത്. അതായത് പോലീസിന് നമുക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യം, അവർ നമ്മളോട് ഭരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോലീസിനെ നമുക്ക് കാണാം. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഇവിടെ പേരിന് ഒരു 4-5 പോലീസിനെ മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളോട് ഇവിടെ നിൽക്കരുത്, മാറണം, കാരണം നമുക്ക് സുരക്ഷ നൽകാൻ കഴിയില്ല എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഈ അക്രമി സംഘം ഈ പരിസരത്ത് തന്നെയുണ്ട്. ഏത് സമയത്തും നമ്മളെ ആക്രമിച്ചേക്കാമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ വാഹനമാണ് ഇപ്പോൾ ഈ തകർത്ത നിലയിൽ കാണുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പേരിന് മാത്രം 4-5 പോലീസുകാരാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഗ്യാങ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇവർ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്കാണ് ഇവിടെ നീങ്ങുന്നത്. ഇതിന് കുറച്ചപ്പുറം ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഈ വാഹനം ആക്രമിച്ച ഇവരുടെ മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിൽ വലിയ തോതിൽ ആക്രമിച്ച സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് സ്നാനഘട്ടയ്ക്ക് സമീപം പോലീസ് സ്റ്റേഷന് തൊട്ട് താഴെയാണ് ഈ സ്ഥലമുള്ളത്. അത് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാം. നമ്മൾ തത്സമയം ഈ സ്നാനഘട്ടയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ തവണ കാണിച്ചിരുന്നു. അതേ സ്ഥലം, ആ സ്ഥലമാണ് ഇത്. എന്തായാലും ഇവിടെ ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാം. മഞ്ജുഷിത, ആ ഭാഗത്ത് പോകരുതെന്ന നിർദ്ദേശം, അതായത് ആ ഭാഗത്ത് കൂടുതൽ ആളുകളുണ്ട്, ഇത്തരത്തിൽ ആക്രമിക്കുന്ന സംഘമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് പോകരുത് എന്നാണ് ഇപ്പോൾ നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് വാഹനങ്ങൾ കാണാം. ഇത് ജസ്റ്റിസ് ഫോർ സൗജന്യ. ഏത് രീതിയിലാണ് ഇവിടെ ഇനി ഈ സാഹചര്യം മാറുക എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും അന്വേഷണം അതിന്റെ വലിയ തോതിലുള്ള അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഇന്ന് പുറത്തു വന്നത്. അത്തരത്തിൽ DGPയുടെ വാർത്താ സമ്മേളനം പോലും ഒരു പക്ഷേ ഒഴിവാക്കിയത് അതുകൊണ്ടായിരിക്കാം. കാരണം ഇത് ആരെയൊക്കെയോ പൊള്ളിക്കുന്നുണ്ട്. ഇത് സത്യം അതിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ട്. അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതിനുവേണ്ടി പോരാടുന്ന ആളുകളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അഭിഷേകൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ഇത്തരത്തിൽ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമ പ്രവർത്തനാണ്. അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന 3-4 മാധ്യമപ്രവർത്തകരെയും ഇത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യം ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഏത് സമയത്തും ഒരു അക്രമം ഈ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ബൈജു, ഇപ്പോൾ നേരത്തെയും കുറെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. കുറെ ആളുകൾ സംഘടിച്ചു വന്നിരുന്നത്. അത് ഈ പറയുന്ന ഡി ഗ്യാങ്ങിൽപ്പെട്ടവരാണോ അതോ ഈ ആക്ഷൻ കൗൺസിലിന്റെ ആളുകളും ഉണ്ടായിരുന്നുവല്ലോ? അവർ ഈ ഡി ഗ്യാങ്ങിനെതിരെ അവരെ തടയുന്നതിന് വേണ്ടിയും ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ മുഖത്തോട് മുഖം നോക്കി നിന്നുള്ള ഒരു സംസാരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരുള്ളത് ആക്ഷൻ കൗൺസിലിന്റെ ആളുകളാണോ? ദൃശ്യങ്ങൾ കാണുന്നത് ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളാണ്. ആളുകൾ ഇത്തരത്തിൽ കൂടി നിന്ന് ഇത് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ദൃശ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ്. അവരെല്ലാം ഇപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് നമ്മൾ കാണിക്കുന്ന തത്സമയ ദൃശ്യമാണ്. പോലീസ് സ്റ്റേഷന് തൊട്ട് സമീപത്തുള്ള ഈ അക്രമ സംഭവം നടന്ന ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച ജസ്റ്റിസ് ഫോർ സൗജന്യ വാഹനം ആക്രമിച്ച ആ സംഭവ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെത്തിയിട്ടുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് അല്പസമയത്തിനകം തന്നെ അവിടെ നമുക്ക് കാണിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന്റെ പ്രതികരണം നമുക്ക് തേടാൻ കഴിയും. നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ കൂടി പോവുകയാണ് മഞ്ജുഷ്. ಈ ವಾಹನಕ್ಕೂ ಕೂಡ ಸಂಪೂರ್ಣ ಕಲ್ಲು ತೂರಾಟ ಆಗಿದೆ. ನೇತ್ರಾವತಿಯ ಪಾಂಗಳ ಕ್ರಾಸಲ್ಲಿ ಎಂಬ ಈ ಕೃತ್ಯ ಆಗಿರುವಂತದ್ದು ನೀವು ದೃಶ್ಯಗಳಲ್ಲಿ ഇതാണിപ്പോൾ കാണുന്നത്. ബൈജു തത്സമയം അവിടെ നിന്ന് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്. അവിടെ ഡി ഗ്യാങ്ങിൽപ്പെട്ടവരാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ അവിടെയുണ്ട്. സൗജന്യ ആക്ഷൻ കൗൺസിൽ തുടങ്ങി പലതരത്തിലുള്ള ആക്ഷൻ കൗൺസിലുകളും അവിടെ കാണാതായവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അവരുടെ പ്രതിനിധികളും സ്ഥലത്തുണ്ട്. ഏതായാലും വാഹനങ്ങൾ നിരവധി ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അഭിഷേക് എന്ന മാധ്യമപ്രവർത്തകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈജു, ഇതിൽ ഈ വൈകിട്ട് പെട്ടെന്ന്
എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്? ഇവിടെ പരിശോധന ഉണ്ടായിരുന്നു. പരിശോധന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ പൊടുന്നനെയുള്ള ഈ ആക്രമണം നടന്നത്? ವಾತಾವರಣ ಸದ್ಯಕ್ಕೆ ನಿರ್ಮಾಣ ಆಗಿರುವಂತದ್ದು ದೊಡ್ಡ ಸಂಖ್ಯೆಯಲ್ಲಿ ಜನರು ಕೂಡ ಇಲ್ಲಿದ್ದಾರೆ. മനുഷ്യ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു പുറത്തു വന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ സംഘം അതിന്റെ വലിയ തോതിലുള്ള ഒരു വാർത്താ സമ്മേളനം ഉൾപ്പെടെ ഇന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായെന്ന് പറയേണ്ടി വരും. അതാണ് ഇവരെ ഒരുപക്ഷെ ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം. എന്തായാലും മഞ്ജുഷ, അല്പസമയത്ത് പോലീസ് സ്റ്റേഷനും കൂടി നമുക്ക് കുറച്ച് പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ആ പ്രതികരണത്തിന് നമ്മൾ പോലീസിൽ കൂടി ഒന്ന് പോവുകയാണ് മഞ്ജുഷ. ശരി ബൈജു, എന്തായാലും സൂക്ഷിക്കുക. കാരണം ഡി ഗ്യാങ്ങിന്റെ നോട്ടപ്പുള്ളിയാണ് ബൈജു തുടക്കം മുതൽ തന്നെ അവിടെ നിന്ന് തത്സമയം ദൃശ്യങ്ങളും തത്സമയ റിപ്പോർട്ടുകളും നൽകി വന്നതാണ്. ഓരോ തവണയും രഹസ്യങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ ബൈജു ഒപ്പം ഉണ്ടായിരുന്നു. ബൈജുവിന്റെ തത്സമയ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരെയാണോ അസ്വസ്ഥപ്പെടുത്തുന്നത് അവരുടെ നോട്ടപ്പുള്ളി കൂടിയാണ് ബൈജു. ന്യൂസ് 8 ഇത് തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അവിടെ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് എന്ന്. പോലീസ് സംഘം കൂടുതലായി വരുന്നു. ഡി ഗ്യാങ്ങിന്റെ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പോലീസ് നൽകി കഴിഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സൂക്ഷിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ಹೋದ್ರೆ ಸಂಪೂರ್ಣವಾಗಿ ಗಾಡಿ ಸೇರಿದಂತ ವಾಹನ ಇನ್ನು ಮುಂದಕ್ಕೆ ನೋಡೋದಾದ್ರೆ ಈ ವಾಹನಕ್ಕೂ ಕೂಡ ಸಂಪೂರ್ಣ ಕಲ್ಲು ತೂರಾಟ ಆಗಿದೆ. ನೇತ್ರಾವತಿಯ ಪಾಂಗಡ ಕ್ರಾಸ್ വിനോദ്, പോലീസ് പോലും ഇത്തരത്തിലൊരു മുൻകരുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടാകാം രാത്രിയിലും ഡി ഗ്യാങ്ങിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന്. അതായത് മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റണം, ഇതാണല്ലോ ഡി ഗ്യാങ്ങിന്റെ ആവശ്യം. അതുകൊണ്ടാണല്ലോ അവർ അക്രമവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഇനിയും തുടരുമെന്ന് പോലീസ് തന്നെ പറയുകയാണ്. അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോലീസിംഗ് നടത്തി ശീലമില്ലാത്ത ആളുകളാണ്. അവിടെ പോലീസിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു കാലയളവിൽ നടക്കില്ലായിരുന്നല്ലോ. അപ്പൊ അവിടെ പോലീസിംഗ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു വന്നത്. അവിടെ ഒരു SIT വരുന്നു, ഇത്തരത്തിൽ കുഴിച്ചെടുക്കൽ നടത്തുന്നു, ഇത്തരത്തിൽ കണ്ടെത്തലുകൾ വരുന്നു. അവിടേക്ക് പതുക്കെ ഇതിൽ ഈ പറയുന്ന നിയമവാഴ്ചയുടെ സ്വഭാവത്തിലേക്ക്, ക്രമസമാധാന പാലനത്തിന്റെ ഒരു സീനിലേക്ക് ധർമ്മസ്ഥല പതുക്കെ വരുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഓർത്തു നോക്കൂ, മണ്ണിനും പെണ്ണിനും വേണ്ടി പതിറ്റാണ്ടുകളായി ഒരു സംഘം നടത്തി വരുന്ന അതിക്രൂരമായിട്ടുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങളുടെ തുടർച്ച എവിടെയെങ്കിലും വെച്ചൊന്ന് അവസാനിപ്പിക്കണ്ടേ? അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ. കാലം അത് കൊണ്ടുവരികയാണ്. ജനങ്ങൾ അതിനനുസരിച്ച് ഉണർന്നു വരുമ്പോ SIT പോലും, ഞാൻ പറയുന്നത്, അവർക്ക് ഇത്തരത്തിലുള്ള വിഷയത്തെ ഏറ്റെടുക്കാതെ വയ്യ. 17 മണിക്കൂറാണ് ഈ സാക്ഷിയോട് നമ്മളൊക്കെ ആദ്യം പറഞ്ഞതും പലരും പ്രചരിപ്പിച്ചതും ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതൊരു കെട്ടുകഥയാണ് എന്നാണ്, ഇതൊരു അവസരകഥയാണ് എന്നാണ്. പക്ഷേ ഈ മനുഷ്യനുമായി 17 മണിക്കൂർ. ഇപ്പോൾ കാണുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. ബൈജു, ഇത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലെ ദൃശ്യങ്ങളാണോ? എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? കുറേയേറെ ആളുകൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബൈജു. എന്തായാലും അവിടെ സംഘർഷ അവസ്ഥ തുടരുക തന്നെയാണ് ധർമ്മസ്ഥലയിൽ. ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും അക്രമം ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകിക്കഴിഞ്ഞു. മാധ്യമങ്ങളോട് അവിടെ നിന്ന് മാറണം എന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പരമാവധി അങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യവും പോലീസ് നിർദ്ദേശമായി നൽകിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കാണുന്നത് അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ്. അതിനു മുൻപ് പോലീസുമായിട്ടുണ്ടായ വാക്കേറ്റത്തിന്റെയും ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്. പരിശോധന തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം വൈകിട്ട് ഡി ഗ്യാങ് നടത്തി. അവർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. തുടക്കം മുതൽ തന്നെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്ന അഭിഷേക് എന്ന മാധ്യമപ്രവർത്തകനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ആളുകളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു ധർമ്മസ്ഥലയിൽ നിന്ന്. ബൈജു അല്പസമയം കൂടുതൽ വിവരങ്ങൾ നൽകും. അപ്പോൾ വിനോദ്, കാര്യങ്ങൾ എന്തായാലും ഇത് നാളത്തെ പരിശോധനയെ ബാധിക്കുന്ന ഒന്ന് തന്നെയായി മാറുകയാണല്ലോ. അല്ല, ഏതാണ്ട് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പോയിന്റുകളുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അപ്പോഴാണ് കൂടുതൽ പോയിന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ കണ്ടത് ട്രെയിലറാണ്, പിക്ചർ അഭിവി ബാക്കി എന്ന് പറഞ്ഞതുപോലെ ഇനിയാണ് പലയിടത്തും ഇത് കുഴിച്ചെടുക്കാനും കണ്ടെത്താനും ബാക്കി കിടക്കുന്നത് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ, ഗ്രാമീണർ രംഗത്ത് വരുന്നത്.
അപ്പൊ ഇത് ഇവിടെ കൊണ്ട് തീരില്ല എന്ന തോന്നല് ആണ് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഇതിനു വേണ്ടി ഇതിന് പിന്നുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയാണ്. ഇതുവരെ അവർ ചെയ്തില്ലല്ലോ. 7-8 ദിവസമായി അവർ നടത്തുന്ന ഈ പറയുന്ന എക്സ്കവേഷനും അതുപോലെ തന്നെ എക്സ്ക്യൂമിങ്ങും ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല. പക്ഷെ ആ ഒരു സ്റ്റേജ് പിന്നിട്ട് ഇനി ഇത് എങ്ങോട്ട് പോകുന്നു എന്നിടത്ത് വരുമ്പോഴാണ് അത് അവിടെ ജനത്തിന്റെ മനസ്സിലുള്ള ഭയം ഇല്ലാതായി വരുന്നുണ്ടോ എന്നൊരു അത് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ വിനോദ്? ആ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും ജനങ്ങൾ പ്രതിഷേധിക്കും. കാരണം എത്രയോ കാലമായി അടക്കി പിടിച്ച, യഥാർത്ഥത്തിൽ സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ഒരു കഥയുണ്ട്. കൊമാല എന്ന് പറയുന്ന മരണപ്പെട്ടവരുടെ ഒരു നാട് പോലെ കഴിഞ്ഞ ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല. അവിടെ കാണുന്നവർ, ഞങ്ങൾ പറഞ്ഞല്ലോ, അവിടെ കാണുന്നവരുടെ മുഖം മുഴുവൻ വലിഞ്ഞു മുറുകിക്കൊണ്ട് ചോദിക്കുന്നതിന് മറുപടി പറയാതെ, നിയമവാഴ്ചയെ കുറിച്ച് ചിന്തിക്കാതെ, തങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അത് അനുഭവിക്കുക എന്നുള്ള തരത്തിൽ മൃതപ്രായരായി നിന്ന ആളുകളാണ്. അവർക്ക് ഈ പറയുന്ന ജീവന്റെ ഒരു മിടിപ്പ് കടന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള മനസ്സിന്റെ ധൈര്യം പുറത്തേക്ക് വരുമ്പോ ഒരു സംശയവും വേണ്ട, വരാനിരിക്കുന്ന നാളുകൾ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളവും കർണാടകയെ സംബന്ധിച്ചിടത്തോളവും സംഘർഷത്തിന്റെ നാളുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അപ്പുറത്തുള്ളവർ ചില്ലറക്കാരല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ളവരാണ്. ചെറിയ ആളുകളല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ്. അവർക്കെന്ത് മാധ്യമ പ്രവർത്തകർ, അവർക്ക് ആ നാട് മുഴുവൻ അടക്കി ഭരിച്ച് ശീലമുള്ളവരാണ്. അവിടെ നിങ്ങൾ ഒരു ക്യാമറയും കൊണ്ട് അല്ലെങ്കിൽ ഒരു മൈക്കും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ എന്താ പറയാ, ഒരു പൂ പറിക്കുന്നതിന് പോലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഡി ഗ്യാങ് എന്ന് പറയുന്നത് അവിടെ വലയം ചെയ്തിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളാണ്. അവിടുത്തെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓട്ടോറിക്ഷകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവിടുത്തെ മുഴുവൻ ആക്ടിവിറ്റികളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ ഡി ഗ്യാങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന അഭിഷേകിന്റെ മൈക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമറയോ ഒന്നും ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതിനെ ആക്രമിക്കാൻ അവിടെ ഏത് ഭാഗത്തു നിന്നും കടന്നു വരാനും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പോലീസിന് ഒരു തരത്തിലും തടയാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമല്ല. പക്ഷെ അവിടെ ഈ പറയുന്ന കുറെ കൂടി കരുതൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം ഒരു സ്റ്റേജ് പിന്നിടുന്നു, മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്നു. അതിനെ സംബന്ധിച്ച് കൃത്യമായി അവരുടെ മുന്നോട്ടുള്ള ഗതി, ആ തടസ്സപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്റലിജൻസ് സംവിധാനമൊക്കെ എന്തിനാണ് ഈ രാജ്യത്ത് എനിക്കറിയില്ല. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത് പൂർത്തിയാക്കേണ്ട അല്ലെങ്കിൽ ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംവിധാനം കർണാടക പോലീസ് ഒരുക്കേണ്ടതായിരുന്നു. അതിൽ ഈ പറയുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ പോലും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല നിർഭാഗ്യവശാൽ. പക്ഷേ എന്തായാലും ഈ SIT-യെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ കൃത്യമായിട്ടുള്ള ധർമ്മം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ നമ്മൾ ഈ സംഘർഷങ്ങളുടെ ഒക്കെ ഇടയിലും നമ്മൾ കുറെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും ആളുകൾ രംഗത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. അതായത് ആ ഗ്യാങ്ങിന്റെ ശക്തിയാണിന്ന് കൂടുതലായിട്ടും കണ്ടുവരുന്നത്, പരിശോധന വേണ്ട എന്ന്. അപ്പോൾ ആ രണ്ട് വശത്തു നിന്നും, ഒരു വശത്ത് നാട്ടുകാർ പറയുന്നു വേണം, ഞങ്ങൾ തെളിവ് കൊടുക്കാൻ തയ്യാറാണ് എന്ന്, മറുവശത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്തെത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് SIT-യെയും സമ്മർദ്ദമാക്കുന്ന ഒരു കാര്യമായി മാറുകയാണല്ലോ. ബൈജു ചേരുകയാണ്. ബൈജു ഇപ്പോൾ കാണുന്നത് അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം, അത് ഈ പരിശോധനയെ അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ? നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം നടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പോലീസിനെതിരെയാണ് ഇപ്പോൾ ഈ സംഘം തിരിഞ്ഞിരിക്കുന്നത്. ഇവരാണ് ഈ ഒരു സംഘമാണ് ഇപ്പോൾ അക്രമം നടത്തിയത്. മറ്റുള്ളവർ ഇവിടുന്ന് ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു, അവരെ പോലീസ് ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. ഇവരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. അതായത് ഇവർ ഈ പരിശോധന വേണ്ട എന്ന് പറയുന്നവരാണ് അല്ലെ? മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച ആളുകളുടെ കൂടെ ഉള്ളവരാണോ? അതെ, മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചവരുടെ കൂടെയുള്ള ആളുകളാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. അതായത് ഇവർ മാധ്യമപ്രവർത്തകർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, അമ്പലത്തെ അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നു, അന്വേഷണം നിർത്തിവെക്കാൻ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ആ അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ പൊതുസമൂഹത്തോട് ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ, എത്രത്തോളം അന്വേഷണ പുരോഗതി ഉണ്ട് എന്ന് ഒരു പുറത്ത് പൊതുജനങ്ങൾ അറിയിക്കാൻ പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു അക്രമവും പ്രതിഷേധവും ഒക്കെ നടത്തുമെന്ന് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ കേസ് അട്ടിമറിക്കാൻ പല വിധത്തിലുള്ള ശ്രമമുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. സാക്ഷിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമമുണ്ടായിരുന്നു. അപ്പോഴും ആ കാര്യം കൃത്യമായി
ആക്ഷൻ കമ്മിറ്റി ഇടപെടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ഇവിടെ നിന്നും കൂട്ടമായി അടിച്ചോടിപ്പിക്കാമെന്ന ഒരു ധാരണയിൽ വലിയ തോതിലുള്ള ഒരു സംഘം ഈ ഭാഗത്തൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും പോലീസിന് പോലും സംരക്ഷണം തരാൻ കഴിയില്ല. മാറിക്കോളൂ, നിങ്ങൾ ഇവിടുന്ന് മാറിക്കോളൂ എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലുള്ളത്. ബൈജു, അപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നുവല്ലോ, പക്ഷെ അവർക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പരിശോധനയെ എതിർക്കുന്നവർ, മാധ്യമപ്രവർത്തകരെ എതിർക്കുന്നവർ, അവരാണ് എണ്ണത്തിൽ കൂടുതൽ അല്ലേ? അവരാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നത്. അതെ, ഈ നേരത്തെ അക്രമം നടത്തിയ സംഘത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നതും പോലീസ് സ്റ്റേഷനിലുമുള്ള. നമുക്ക് മുദ്രാവാക്യം വിളി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്തരത്തിലുള്ള മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുത്, ഏതെങ്കിലും തരത്തിലും അന്വേഷണം കൊണ്ടുപോകുമ്പോൾ അത് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒരു ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ വിളിക്കുന്നത്. ഏതായാലും ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ഇപ്പോൾ ഇതിന് കുറച്ച് കിലോമീറ്റർ മാറി ഉജിര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സംഘടിച്ചിട്ടുണ്ട്. ഇതിന് ഭാവി പരിപാടികൾ ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അല്പസമയത്തിനകം അവരെയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും സംഘർഷാവസ്ഥയിലേക്കാണ് ധർമ്മസ്ഥലയിൽ കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അന്വേഷണം അത് വഴിമുട്ടിയേക്കാം. അത് തന്നെയാണ് SITയും അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയും ഭയന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ധർമ്മസ്ഥലയിൽ ഉണ്ടായാൽ പിന്നീട് അത് ക്രമസമാധാന പ്രശ്നമാകും. ആ ഒരു ക്രമസമാധാന പ്രശ്നം തീർക്കുന്നതിലേക്കായിരിക്കും പോലീസിന് പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരിക. ഒരുപക്ഷെ തുടർ അന്വേഷണത്തെ പോലെ അത് ബാധിച്ചേക്കാം. നാളെ നിർണായകമായ 13 എന്ന് പറയുന്ന അവസാന ഘട്ട പരിശോധന നടക്കേണ്ടതാണ്. മാത്രമല്ല വനത്തിനകത്ത് ഈ നിർണായകമായ മൊഴിയുണ്ട്, അതിനകത്ത് കൂട്ടമായി മൃതദേഹം സംസ്കരിച്ചു വന്നു. അവിടെയൊക്കെ പരിശോധന നടത്തേണ്ട ഒരു ഘട്ടം, വളരെ നിർണായകമായ ഒരു ഘട്ടം. ഈ മൃതദേഹങ്ങൾ ഇതിനരികിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുന്നു, അതല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിച്ചതാര്, അവരെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ശരി ബൈജു, എന്തായാലും സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണം. കാരണം ഈ സംഘം ശക്തരാണ്, ഡി ഗ്യാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരിപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അതായത് മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് മാറണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുപോലെ തന്നെ പരിശോധന നിർത്തണമെന്നാണ്. ശ്രീമതി പി ഗീത, ഇത് അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന കാര്യമാണല്ലോ. ഇത്രയും ആളുകൾ സംഘടിച്ചെത്തുന്നു, പരിശോധന വേണ്ട എന്ന് പറയുന്നു, അവർ മാധ്യമങ്ങളെ ആക്രമിക്കുന്നു. കേൾക്കാം. ഇത് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്തിട്ടുള്ള സംഘർഷം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ഇപ്പൊ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഇത് അമ്പലത്തിന്റെ പേര് പറഞ്ഞും മതത്തിന്റെ പേര് പറഞ്ഞും ഒക്കെ തന്നെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന്റെ ശ്രദ്ധയുണ്ടാവില്ല, സർക്കാരിന്റെ ശ്രദ്ധയുണ്ടാവില്ല. ഇതൊക്കെ തന്നെ അത്തരം കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിയുക. അതുകൊണ്ട് അന്വേഷണം താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കേണ്ടി വരും. താൽക്കാലികമായി നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കളികൾ തുടങ്ങാം. ഇവർക്ക് അന്വേഷണത്തെ തടസ്സപ്പെടുത്താം. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പോലീസ് ഒരു ബ്രീഫിംഗ് നടത്തണം, പോലീസ് ചില കാര്യങ്ങളെങ്കിലും വിശദമാക്കണമെന്ന്. ഇന്ന് DGP അങ്ങനെ ഒരു ബ്രീഫിംഗ് നടത്താൻ, ചില കാര്യങ്ങൾ വിശദമാക്കാൻ ഇരുന്നതാണ്. അപ്പോഴാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു അക്രമം അവിടെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണെന്ന് അനുമാനിക്കാം. അന്വേഷണം തടസ്സപ്പെടണം, ഇതുവരെ അന്വേഷിച്ച കാര്യങ്ങൾ എന്താണെന്ന് പുറത്തു വരരുത്. അതെ, അന്വേഷണ കാര്യങ്ങൾ പുറത്തു വരരുത്. മാത്രമല്ല, അടുത്തൊരു ഘട്ടത്തിലേക്ക്, ഒരു കമ്മ്യൂണൽ റൈറ്റ്സിലേക്ക് വരെ പോകാനുള്ള ഒരു സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് അവിടെ പോലീസിനെയും പട്ടാളത്തെയും ഇറക്കേണ്ടത്. അത് ആര് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ചെയ്യുമോ, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമോ, ആരാണ് അതിലൊരു മുൻകൈ എടുക്കുക എന്നുള്ളത്. കാരണം അവിടെ തീർച്ചയായിട്ടും അവിടെ മിലിറ്ററി ഫോഴ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരെ, ജനാധിപത്യ പ്രവർത്തകരെ മുഴുവൻ തച്ചൊതുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ജീവിച്ചു പോണ്ടേ. അതൊരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് ആ പ്രദേശം കടന്നു പോകുന്നത്. ആ ട്രാൻസിഷൻ തീർച്ചയായിട്ടും സംഘർഷഭരിതമായിരിക്കും. ഇത് കണ്ടറിയാൻ ഒരു സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ ആ സർക്കാർ എന്തിനാണ്? ശരി, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ പുറത്തെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സിദ്ധരാമയ്യ സർക്കാർ നിയോഗിച്ചതാണ്. അവരുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് അന്വേഷണ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ധർമ്മസ്ഥലയിൽ ഡി ഗ്യാങ്ങിന്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. വ്യാപകമായ അക്രമം അവർ അഴിച്ചുവിടുകയായിരുന്നു ധർമ്മസ്ഥലയിൽ. അവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മാധ്യമങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, പരിശോധന
നിർത്തിവെക്കുന്നതിന് ആവശ്യപ്പെടുന്നു. ഇന്ന് DGP ബ്രീഫിംഗ് നടത്താൻ ചില കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഇരുന്നതാണ്. DGP സ്ഥലത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. DGP പിന്നീട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പോലീസ് കൂടുതലായിട്ട് ധർമ്മസ്ഥലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ് ധർമ്മസ്ഥലയിൽ. മാധ്യമങ്ങളോട് ജാഗ്രത പാലിക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം അവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ് നിർത്തുക എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം മറു ഗ്യാങ് അത്രമാത്രം ശക്തമാണ്. പോലീസിന്റെ നിയന്ത്രണത്തിനും അപ്പുറമാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ന്യൂസ് 18 മാത്രമാണ്. KV ബൈജു ആണ് അവിടെ നിന്ന് ഇത്രയും ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്, റിപ്പോർട്ടും എത്തിച്ചത്.